ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഉണ്ണീസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഷെസ്വാൻ ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10 മിനിറ്റ് കൊണ്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിത് മൈക്രോവേവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈക്രോ പ്രൂഫായിട്ടുള്ള ഒരു ബൗള് നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഫുഡ് ചൂടാക്കാൻ വേണ്ടിയിട്ട് മാത്രം മൈക്രോവേവ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടുള്ള അപേക്ഷയാണ് നമുക്ക് ഇതേപോലുള്ള റെസിപ്പികൾ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഷെസ്വാൻ ചിക്കൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ ഈ വെളുത്തുള്ളിയുടെയും റെഡ് ചില്ലിയുടെയും ഫ്ലേവർ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് എറിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഈ മുളക് പൊടി മതിയാകുമോ എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ നമ്മളിതിലേക്ക് മുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടി കുറച്ചത്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തു. പിന്നെ 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 10 വറ്റൽമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് അരിയുകയോ അരയ്ക്കുകയോ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഇട്ടാൽ മതി. ഇത് കുക്കാവുമ്പോൾ ഇതിൻ്റെ എരിവൊക്കെ ഇതിലേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ സോസ് വീണെന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ബാക്കി സാധനം അതിൽ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ വിനാഗർ. അപ്പോൾ വിനെഗറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതിലേക്ക് ഇട്ടത് പച്ചമുളക് അരച്ചതാണ്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ചിക്കനും ഈ മസാലകളെല്ലാം കൂടെ സോസും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ സവാള വഴറ്റുക സംഭവങ്ങളൊന്നുമില്ല. എണ്ണ ഒരു തുള്ളി പോലും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാനിതൊരു ചാനലിൽ കണ്ടിട്ട് തന്നെ കേട്ടോ ഉണ്ടാക്കിയത്. പക്ഷേ നല്ല റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം എല്ലാം കൂടെ അതായത് ഈ സോസ് എല്ലാം കൂടെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഈ കുക്കിങ്ങൊക്കെ പഠിച്ചു തുടങ്ങുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു കാര്യം പറയാം, ഇതൊരിക്കലും ചോറിന് പറ്റിയ ഒരു റെസിപ്പിയല്ല. ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ തന്നെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഈ മസാലകൾ, അതായത് ഈ സോസ് എല്ലാം കൂടെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ മൈക്രോ പ്രൂഫായിട്ടുള്ള ഒരു അടപ്പെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് മൈക്രോവേവിൽ വെച്ചിട്ട് നമുക്ക് 8 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മൈക്രോവേവ് ഓപ്ഷനാണ് എടുത്തത്. ഇതിൽ ഹൈ പവറിൽ നമുക്ക്, അതായത് 900 വാട്ട്സിൽ നമുക്ക് 8 മിനിറ്റ് ടൈം കൊടുക്കാം. അപ്പോൾ ഈ 8 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കിംഗ് ഏകദേശം കഴിയും. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 8 മിനിറ്റ് ടൈം കൊടുത്തിട്ട് ഇത് വേകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡോർ അടച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ ഇപ്പം നമ്മൾ 8 മിനിറ്റ് നമ്മൾ കൊടുത്ത ടൈം കഴിഞ്ഞു. നമുക്ക് ഈ ചിക്കൻ ഒന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പോലെ ചൂടാക്കാൻ മാത്രമല്ല, ഞാൻ നേരത്തെയും പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ റെസിപ്പികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പാത്രത്തിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് നിങ്ങൾ പിടിക്കുക. അപ്പോൾ ചിക്കൻ കറി കണ്ടാൽ തന്നെ അറിയാം, ഈ നമ്മൾ കുറുകിയ ചിക്കൻ കറി കഴിച്ച് ശീലിച്ച നമ്മൾ മലയാളികൾക്ക് ഇങ്ങനെ കിടക്കുന്ന ചിക്കൻ കറി ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോൾ ഈ നമുക്ക് ഗ്രേവി ഒന്ന് ടൈറ്റ് ആക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കലക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് മൈക്രോവേവിൽ കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഈ ഗ്രേവിയും കോൺഫ്ലോറും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് വേണം നമുക്കിത് മൈക്രോവേവ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിൽ മൈക്രോവേവ് ഓപ്ഷനിൽ തന്നെ ഹൈ പവറിൽ 2 മിനിറ്റ് കൂടെ കൊടുക്കുകയാണ്. ആ ഈ 2 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ കറി ഏകദേശം എന്നല്ല കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കാണും, അതും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടൈമൊക്കെ ഏകദേശം കഴിഞ്ഞു. നമുക്ക് ചിക്കൻ കറി ഇതിലേക്ക് ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.
താങ്ക് യു.